Good morning. In previous class, we discussed the different taxonomical categories, that is from species to kingdom. So in all these taxonomic categories, organisms are very clearly grouped or categorized. കഴിഞ്ഞ ക്ലാസ്സിൽ ടാക്സോണമിയിലെ 7 ബേസിക് ആയിട്ടുള്ള ടാക്സയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ ടാക്സകളിലൊക്കെ കൃത്യമായി ജീവികളെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് നമ്മുടെ പഠനത്തിന് വളരെ അത്യാവശ്യമാണ്. Taxonomy is very helpful in agriculture, in forestry, in industry, etc. and in general for the correct identification of our biodiversity and the various kinds of organisms. So, correct identification is essential in taxonomy. For this, generally laboratory and field study are very important. From the field, we are collecting the specimens of plants and animals. The dead bodies of animals, the small part of plants, etc. are called specimens. ഇപ്പോൾ ജീവികളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യൽ നിർബന്ധമാണ്. കാരണം ഈ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രിയിൽ, അതുപോലെ മറ്റു പല ഫീൽഡുകളിലും നമ്മളെ സഹായിക്കും. ഇങ്ങനെ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് ലബോറട്ടറി വർക്കും അതുപോലെ ഫീൽഡ് സ്റ്റഡിയും നിർബന്ധമാണ്. ഫീൽഡ് സ്റ്റഡിയിലൂടെ നമ്മൾ ജീവികളുടെ സ്പെസിമെൻസ്, ജീവികളെ അല്ലെങ്കിൽ പ്ലാന്റുകളെ, അവയുടെ ചെറിയ പാർട്ടുകളെയൊക്കെ കളക്ട് ചെയ്യും. ഈ കളക്റ്റഡ് പാർട്ടുകൾക്കാണ് സ്പെസിമെൻസ് എന്ന് പറയുക. ദീസ് സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ബൈ ദിയർ കളക്ട് ഐഡൻറ്റിഫിക്കേഷൻ ഫോർ ദി ഫ്യൂച്ചർ റെഫറൻസ്. മാത്രമല്ല, ഈ സ്പെസിമെൻസ് നമ്മൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവയെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ടാക്സോണമിയിൽ നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. ഫോർ ദിസ് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കീപ്പിംഗ് ഓഫ് സ്പെസിമെൻസ്, biologists have developed many aids which are called taxonomical aids. ഇങ്ങനെ ജീവികളുടെ സ്പെസിമെൻസ് കളക്ട് ചെയ്ത് അവയെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അവ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ടെക്നിക്സ് അല്ലെങ്കിൽ സഹായകമായ കാര്യങ്ങൾ ബയോളജിസ്റ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവക്കാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുക. സോ വാട്ട് ആർ ടാക്സോണമിക്കൽ എയ്ഡ്സ്? എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, ടാക്സോണമിയിൽ ജീവികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിന് സഹായകമായ ടെക്നിക്സിനും ഒക്കെയാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുക. Now in this part we are discussing the important taxonomical aids. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക്കൽ എയ്ഡ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇൻ ദിസ് ടോപ്പിക് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഫോർ എക്സാമിനേഷൻ ഈസ് ടാക്സോണമിക്കൽ എയ്ഡ്സ്. മാത്രമല്ല അറിഞ്ഞിരിക്കുക, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ദി ഫസ്റ്റ് ടാക്സോണമിക്കൽ എയ്ഡ് ഈസ് ഹെർബേറിയം. ഏതാ ഒന്നാമത്തത്? ഹെർബേറിയം. കേട്ടിട്ടുണ്ടാവും, ഹെർബേറിയം ഉണ്ടാവും, ലോവർ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? Herbarium is a storehouse of plant specimens. Plant specimens are collected, they are dried, then they are pressed and preserved in special sheets known as herbarium sheets. Such a storehouse of herbarium sheets are known as herbarium. It is like a library. Library is a storehouse of books. Here in herbarium, the herbarium sheets are kept there. മനസ്സിലായോ? നമ്മൾ ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ചെറിയ പ്ലാന്റുകളെയും വലിയ പ്ലാന്റ്സ് ആണെങ്കിൽ അവയുടെ ഒരു ചെറിയ പാർട്ടും കളക്ട് ചെയ്യും. എന്നിട്ടത് ഉണക്കും. അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ ഉണക്കും. പിന്നെ അത് പ്രസ് ചെയ്യും, ഇസ്തിരിയിടും, ചുളിവൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യും. എന്നിട്ട് അതിനെ പ്രത്യേക ഷീറ്റിൽ കീപ്പ് ചെയ്യും. അങ്ങനെ കീപ്പ് ചെയ്ത ഷീറ്റുകൾക്കാണ് ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയാം. ഈ ഹെർബേറിയം ഷീറ്റുകളുടെ സ്റ്റോർ ഹൗസിനാണ് ഹെർബേറിയം എന്ന് പറയാം. അപ്പൊ ഹെർബേറിയത്തിൽ ആരാണ്ടാവുക? Plants or animals? Yes, plants. They are dead or living? Dead plants. Then these herbarium sheets are arranged in the herbarium by the principles which are adopted scientifically all over the world. ഈ ഹെർബേറിയത്തിൽ ഹെർബേറിയം ഷീറ്റുകളെ പ്രത്യേക രൂപത്തിലാണ് അറേഞ്ച് ചെയ്യുക. ലൈക്ക് ദി അറേഞ്ച്മെന്റ് ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറി. ഓൺ ദാറ്റ് ഹെർബേറിയം ഷീറ്റ്സ് ദർ ആർ സം ഡിസ്ക്രിപ്ഷൻസ് ലൈക്ക് ഡേറ്റ് ഓഫ് കളക്ഷൻ, പ്ലേസ് ഓഫ് കളക്ഷൻ, then the name of that collected plant, its botanical name, local name, English name, etc. Then the collector's name, name of the family of that plant, etc. അപ്പോൾ ആ ഹെർബേറിയം ഷീറ്റിൽ പ്ലാന്റ് സ്പെസിമെൻ ഉണ്ടാവും. ആ ഷീറ്റിൻ്റെ പുറത്ത് എന്തൊക്കെ ഉണ്ടാവും? ആ ഷീറ്റിൻ്റെ പുറത്ത് എവിടുന്നാണ് കളക്ട് ചെയ്തത്, ഏത് തീയതിയാണ് കളക്ട് ചെയ്തത്, ആ പ്ലാന്റിൻ്റെ ഇംഗ്ലീഷ് നെയിം, ലോക്കൽ നെയിം, ബൊട്ടാണിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം, പിന്നെയോ അതിൻ്റെ ഫാമിലി നെയിം, ഇതെല്ലാം കൂടെ അതിന്മേ എഴുതിയിട്ടുണ്ടാവും. സച്ച് ഷീറ്റ്സ് ആർ കോൾഡ് ഹെർബേറിയം ഷീറ്റ്സ് ആൻഡ് ദി സ്റ്റോർ ഹൗസ് ഓഫ് സച്ച് ഹെർബേറിയം ഷീറ്റ്സ് ആർ കോൾഡ് herbarium. Clear? Okay? Yes. So this is the first taxonomical aid. So when we get a new plant, along with the photograph or a part of that plant, we are going into a herbarium.
Then by comparing the herbarium sheets there, we can easily identify the plant which we got from the field. നമ്മൾ ഒരു പ്ലാന്റ് കിട്ടി നമുക്ക്, നമ്മളതിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇന്ന ഫാമിലി ആയിരിക്കും എന്നൊക്കെ ഒരു സംശയമുണ്ട്. നമ്മളത് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഹെർബേറിയത്തിൽ പോകും. അവിടെ ആ ഹെർബേറിയം ഷീറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തും. ദിസ് ഈസ് ദി ഹെർബേറിയം. ദെൻ ദി സെക്കൻഡ് ടാക്സോണമിക്കൽ എയ്ഡ് ഈസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. Botanical garden. You are familiar with this term. All of you have visited the Ooty Botanical Garden. Are you visited? Yes, all of you have visited. Then what you have seen there? എന്താ നിങ്ങൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ കണ്ടത്? നിങ്ങളെപ്പോലെ വേറെ ഏരിയയിൽ നിന്ന് വന്ന ആളുകളെ. You have observed certain plants, trees grown there. അല്ലേ? ആ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരുപാട് പ്ലാന്റുകൾ, ട്രീസ് വളരുന്നുണ്ട്. അതിന്മേലൊക്കെ ഓരോ ബോർഡ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. So when you are visiting again the Ooty Botanical Garden, you have to very clearly observe the trees and plants growing there. So what is Botanical Garden? It is a special garden where plants are grown for identification. ഐഡന്റിഫിക്കേഷന് വേണ്ടി പ്ലാന്റ്സിനെ വളർത്തുന്ന സ്പെഷ്യൽ ഗാർഡൻ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുക. ഓൺ ദാറ്റ് പ്ലാന്റ്സ് ദർ ഈസ് എ ബോർഡ്, ആൻഡ് ഓൺ വിച്ച് ബോർഡ് വാട്ട് യു ഹാവ് സീൻ? ആ പ്ലാന്റിൻ്റെ ഒക്കെ അടുത്തൊരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ എന്താ എഴുതിയത്? Yes, one is their scientific name or botanical name. Then again there is another name. What is that? It is the family name. So in the botanical garden, each plant is with a small board on which the scientific name and family name of that plant is written. ഓക്കെ. അപ്പൊ ഇനി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ദെൻ ദി വേൾഡ് ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഈസ് അറ്റ് KEW, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഇംഗ്ലണ്ട്. വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇംഗ്ലണ്ടിലെ കീ ബൊട്ടാണിക്കൽ ഗാർഡൻ. In India, there are two important botanical gardens, world famous botanical garden. One is in Howrah, Indian Botanical Garden, Howrah. And second is National Botanical Research Institute, Lucknow. അപ്പോൾ ഇന്ത്യയിൽ രണ്ട് വേൾഡ് ഫേമസ് ആയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഒന്ന് ഹൗറയിലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, ആൻഡ് സെക്കൻഡ് ലക്നോയിലെ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതും ഓർത്തിരിക്കുക. സോ ഇൻ ബൊട്ടാണിക്കൽ ഗാർഡൻ animals or plants are grown, whether they are dead or living. Yes, living plants are present in the botanical garden. Remember it. Herbariathil എന്താ? Dead plants. Botanical garden living plants. Then the third one is museums.
കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? All of you have visited museums, various types of museums. So museums are collections of plants and animal specimens. Generally, museums are associated with educational institutions like schools, colleges, etc. എന്താ മ്യൂസിയത്തിൽ ഉണ്ടാവുക? ഒരുപക്ഷെ നിങ്ങൾ വിസിറ്റ് ചെയ്ത മ്യൂസിയത്തിലൊക്കെ ദി റിമൈനിങ് തിങ്സ് ഓഫ് ദി ഓൾഡ് കിങ്സ് ആൻഡ് ദി റൂളിംഗ് ഫാമിലീസ് അല്ലേ? നിങ്ങൾ വിസിറ്റ് ചെയ്ത അധിക മ്യൂസിയത്തിലും മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ അവരുപയോഗിച്ചിരുന്ന കാര്യങ്ങളും വസ്തുക്കളൊക്കെ ആയിരിക്കും. ബട്ട് ഹിയർ in taxonomy, museums are a collections of plant and animal specimens. They are associated with educational institutions. In museum, plants and animal specimens are kept in different ways. വ്യത്യസ്തമായ വിധത്തിലാണ് മ്യൂസിയത്തിൽ സ്പെസിമെൻസ് സൂക്ഷിച്ചു വെക്കുക. വാട്ട് ആർ ദി ഡിഫറെന്റ് വേസ് ഓഫ് ദി പ്രിസർവേഷൻ? എങ്ങനെയാണ് അവിടെ സൂക്ഷിച്ചു വെക്കാറ്? എങ്ങനെയാ? യെസ്, സം സ്പെസിമെൻസ് ആർ കെപ്റ്റ് ഇൻ ജാർസ്. വലിയ ഭരണികൾക്കാണ് ജാർ എന്ന് പറയുക അല്ലേ? ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്, വലിയ ജാറുകളിൽ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷനിലായിരിക്കും സ്പെസിമെൻസ് കീപ്പ് ചെയ്യുക. പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, യെസ്, ഫോർമാലിൻ, നിങ്ങൾക്കൊക്കെ അറിയും. അപ്പോൾ ഫോർമാലിൻ പോലുള്ള പ്രിസർവേറ്റീവ് സൊല്യൂഷനിൽ കീപ്പ് ചെയ്യും. ദെൻ സം സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ ഡ്രൈഡ് ഫോം. ചിലതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവുക അല്ലേ? എക്സാമ്പിൾ, യെസ്, സീഡ്സ്, പ്ലാന്റിന്റെ സീഡുകൾ ഒക്കെ ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. Then insects are kept in insect boxes. For that, insects are collected, they are killed, and they are pinned for preservation in insect boxes. ഇൻസെക്റ്റുകളെ പ്രത്യേക ബോക്സുകളിലാണ് കീപ്പ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഇൻസെക്റ്റുകളെ പിടിക്കും, എന്നിട്ട് അവയെ കൊല്ലും, എന്നിട്ട് കേടാവാതെ പിൻ ചെയ്ത് ബോക്സുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. ദെൻ ബേർഡ്സ് ആൻഡ് മാമൽസ് ആർ കീപ്പിംഗ് ഇൻ വിച്ച് വേ? യെസ്, ഇൻ ദി സ്റ്റഫ്ഡ് ഫോം. Larger animals like birds and mammals are kept in stuffed form. എന്താ സ്റ്റഫ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ? യെസ്, അതിൻ്റെ ഉള്ളിലെ ടിഷ്യൂ ഒക്കെ റിമൂവ് ചെയ്ത് അവിടെ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കയറ്റി വെച്ച് അവയുടെ ഷേപ്പ് നഷ്ടപ്പെടാതെ അതുപോലെ കീപ്പ് ചെയ്യുക. ദിസ് ഈസ് ദി സ്റ്റഫ്ഡ് ഫോം. ആൻഡ് ഇൻ museums we can also see the endoskeleton of larger animals. അതുപോലെ മ്യൂസിയത്തിൽ നമുക്ക് ആനിമൽസിൻ്റെ എൻഡോസ്കെലിട്ടൺ അതും കാണാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് ദി തേർഡ് ടാക്സോണമിക്കൽ എയ്ഡ് നോൺ ആസ് മ്യൂസിയം. മ്യൂസിയത്തിൽ പ്ലാന്റ്സ് ആണോ ആനിമൽസ് ആണോ ഉണ്ടാവുക? രണ്ടും ഉണ്ടാവും അല്ലേ? അവിടെ ലിവിങ് ആണോ നോൺ ലിവിങ് ആയിട്ടാണോ കീപ്പ് ചെയ്യുക?
Yes, non-living item. So this is the museum. Then the fourth taxonomical aid is zoological park. Zoological parks. They are commonly called zoo. All of you have visited zoo. Mysore Zoo, Trivandrum Zoo, Trichur Zoo, etc. ഇല്ലേ? ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? What you have seen there? Animals like cats, like dogs? No, no. Yes, wild animals. So, zoological park is a special area where wild animals are kept for studying their food habits and behavior. വൈൽഡ് ആനിമൽസിനെ അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയ ഏരിയയിൽ അവയുടെ ഫുഡ് ഹാബിറ്റ്സ്, ബിഹേവിയർ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കീപ്പ് ചെയ്യുന്നതിനാണ് സുവോളജിക്കൽ പാർക്സ് എന്ന് പറയും, സൂ എന്ന് പറയും. സോ ഇൻ സുവോളജിക്കൽ പാർക്ക് the animals are kept in separate area by providing their natural habitat. ഒരു സൂല് എല്ലാ ആനിമൽസും ഒരുവിടെ തന്നെ ഉണ്ടാവുക, ഒരുമിച്ചാണ്ട് ഇടല അല്ല അല്ലേ, ഒക്കെ സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവും. എന്താണ് ആ ഏരിയകളുടെ പ്രത്യേകത? യെസ്, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവ പ്രകൃതിയിൽ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെയാണ് ഓരോ വിഭാഗത്തെയും കീപ്പ് ചെയ്യുക. ദിസ് ഈസ് ദി സുവോളജിക്കൽ പാർക്ക്. ദെൻ ദി ഫിഫ്ത്ത് വൺ ഈസ് കോൾഡ് ടാക്സോണമിക് കീ. ഏതാ അഞ്ചാമത്തത്? ടാക്സോണമിക് കീ. What is this? What is key? Yes, താക്കോല്. ഇതെന്തിനാ ഉപയോഗിക്കുക? ഫോർ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് അല്ലേ? ദിസ് taxonomic key is a group of characters of a particular taxa, and these characters are contrasting characters, opposite characters, and they are written as a pair known as couplet. ടാക്സോണമിക് കീ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടാക്സയുടെ, ഉദാഹരണമായിട്ട് ഫാമിലി, ആ ടാക്സയുടെ ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. ആ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്, ആ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഓരോ പെയറായിട്ടും ഉണ്ടാവുക. സോ ദാറ്റ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഓർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് കപ്ലറ്റ്. മനസ്സിലായോ? ടാക്സോണമിക് കീയിൽ ഒരു കൂട്ടം ക്യാരക്ടേഴ്സ് ഉണ്ടാവുക. ആ ക്യാരക്ടേഴ്സ് ഒക്കെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അതിൽ രേഖപ്പെടുത്തുക. ആ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഓരോ പെയറായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആ പെയറ് കപ്ലറ്റ് എന്ന് പറയും. ഒരു ഉദാഹരണം പറയാം.
ഒരു ഇൻസെക്റ്റിന്റെ ഒരു ഫാമിലിയിലെ കുറച്ച് ടാക്സോണമിക് കീ. മസ്ക ഡൊമസ്റ്റിക്ക കേട്ടുക്കണോ? അതിന്റെ ഫാമിലി ഏതാ? പഠിച്ചിട്ടില്ലേ? ആ ടേബിൾ ഞാൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നല്ലോ, അത് പഠിക്കുകയും വേണം. ഡിപ്റ്റിറ അല്ലേ? അപ്പൊ ഡിപ്റ്റിറ എന്ന് പറയുന്ന ഫാമിലിക്ക് കുറച്ച് ക്യാരക്ടേഴ്സ്. അതില് ഉദാഹരണമായിട്ട് ഒന്നാമത്തെ ക്യാരക്ടേഴ്സ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് വിങ് അല്ല ടാക്സോണമിക് കീയിലെ ഒരു ക്യാരക്ടർ. അത് ഓപ്പോസിറ്റ് ക്യാരക്ടർ, പ്രസൻസ് ഓഫ് വിങ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് വിങ്, അത് ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ട് അതിനാണ് ഒരു കപ്ലറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻസെക്റ്റിന് വിങ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കും. വിങ്സ് ഉണ്ടെങ്കിൽ അത് ഡിപ്റ്റിറയിലായിരിക്കും. വിങ്സ് ഇല്ലെങ്കിൽ ഉടനെ അത് ആ ഫാമിലിയിലല്ല എന്ന് നമുക്ക് പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് നമ്പർ ഓഫ് വിങ്സ് ആർ 2 or 4 or 1 pair of wings or 2 pairs of wings. രണ്ടാമത്തത് അതാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ ചിറകുകൾ എത്ര ഉണ്ട് നോക്കും. അത് 2 പെയറാണെങ്കിൽ അതിൽ പെടുത്തും, 2 പെയർ അല്ലെങ്കിൽ 1 പെയറാണെങ്കിൽ അതിൽ പെടുത്താണ്ടിരിക്കും. So when we are passing through each couplet, the animal is either included in that taxa or excluded from the taxa. അതുകൊണ്ട് ഓരോ കപ്ലറ്റും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ആ ജീവി ആ ടാക്സയിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകും. സോ ഈച്ച് കപ്ലറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ ലീഡ്, LEAD, ലീഡ്. അതുകൊണ്ട് ഓരോ കപ്ലറ്റ്സിനെയും ലീഡ് എന്നും പറയും. എന്തുകൊണ്ടാണ് ലീഡ് എന്ന് പറയുന്നത്? ഓരോ കപ്ലറ്റ്സും അതിൽ ആ ടാക്സയിൽ ഒന്നുകിൽ അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. അപ്പം ഓരോന്നും നമ്മളെ ഒരു പ്രത്യേക ടാക്സയിലേക്ക് ഇങ്ങനെ ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ലീഡ് എന്ന് പറയുന്നത്. ജനറലി ടാക്സോണമിക് കീ ആർ അനാലിറ്റിക്കൽ ഇൻ നേച്ചർ. അതിൽ അനാലിസിസ് നടത്തി, ഒബ്സർവേഷൻ അല്ല, നമ്മൾ അനാലിസിസ് നടത്തിക്കാണ്ടാണ് അതിൽ ഓരോ ടാക്സയിൽ ഉൾപ്പെടുത്തുക. സോ ദിസ് ഈസ് അബൌട്ട് ടാക്സോണമിക് കീ. So taxonomic key is a group of contrasting characters written as pairs known as couplet. Each couplet leads into a particular taxa, so couplet is also called lead. And taxonomic key is analytical in nature. For separate taxa there are separate taxonomical key. ഓരോ ടാക്സോണമിക് കാറ്റഗറിക്കും വ്യത്യസ്തമായ ടാക്സോണമിക് കീ ഉണ്ടായിരിക്കും. For the species there is a special taxonomic key, for the genus another one, for the family a third one, etc. So this is about taxonomic key. ഇപ്പം എന്താ മനസ്സിലായോ? ഈ മുമ്പ് പറഞ്ഞ 4 നിന്ന് ഇതിന് വ്യത്യാസമുണ്ട് അല്ലേ? ഇത് നമ്മളൊരു ബുക്കിൽ എഴുതിയ കുറച്ച് ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകത അത് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സിന്റെ പെയർ ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും ആ പെയറും നമ്മൾ കപ്ലറ്റും നമ്മൾ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ജീവിയെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, യെസ്. ദെൻ ഇൻ അഡീഷൻ ടു ദീസ്
There are many other taxonomic aids. One is flora. ഏതാടുത്തത്? ഫ്ലോറ. Flora is the complete habitats and plant growing in a particular area. The complete habitats and plants present in a particular area is called flora. So it is an index of plants in a particular area. ഒരു പ്രത്യേക ഏരിയയിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹാബിറ്റാറ്റുകളും ആ ഹാബിറ്റാറ്റിൽ വളരുന്ന പ്ലാന്റുകളുടെയും ടോട്ടൽ ഡിസ്ക്രിപ്ഷനാണ് ഫ്ലോറ എന്ന് പറയുക. അതുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഫ്ലോറ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ പ്ലാന്റിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും. ക്ലിയർ ആയോ? ദി ഫ്ലോറ ഓഫ് മഞ്ചേരി മുനിസിപ്പാലിറ്റി. എന്താ അതിൻ്റെ അർത്ഥം? മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ പ്ലാന്റ്സുകൾ കാണുന്ന വ്യത്യസ്തമായ ഹാബിറ്റാറ്റും അവിടെയുള്ള കംപ്ലീറ്റ് പ്ലാന്റും. അപ്പോൾ ആ ഫ്ലോറ നോക്കിയാൽ നമുക്ക് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ മൊത്തം പ്ലാന്റ്സിൻ്റെ കൃത്യമായ ഐഡൻറ്റിഫിക്കേഷനും കൗണ്ടും ഒക്കെ നമുക്കറിയാൻ പറ്റും. ഇതിനാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അനദർ വൺ ഈസ് മോണോഗ്രാഫ്. Monographs are a complete description of a small taxa. ഒരു ചെറിയ ടാക്സയുടെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് മോണോഗ്രാഫ് എന്ന് പറയുക. Such descriptions are also called catalogs. അതിന് തന്നെയാണ് കാറ്റലോഗ് എന്ന് പറയാ അല്ലേ? കാറ്റലോഗ് എന്ന് എന്താ നിങ്ങൾക്ക് അറിയും? കാറ്റലോഗ് ഓഫ് എ മെഷീൻ, catalog of institutions. So after completing the +2 you will attend the entrance examination. You got a high rank, then you will observe the different catalogs of different colleges. +2 ഒക്കെ കഴിഞ്ഞ് എൻട്രൻസ് എഴുതി നിങ്ങൾക്ക് എൻജിനീയറിങ്ങിന് നല്ല റാങ്ക് വന്നു. ഇപ്പം നിങ്ങൾ ഏറ്റവും നല്ല എൻജിനീയറിംഗ് കോളേജ് ഏതാ എന്ന് അവയുടെ കാറ്റലോഗ് നോക്കിയിട്ട് മനസ്സിലാക്കും അല്ലേ? ആ കാറ്റലോഗിൽ അവിടുത്തെ ഫെസിലിറ്റീസ് ഉണ്ടാവും, അവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ടാവും, അവിടുത്തെ ബ്രാഞ്ചുകൾ ഉണ്ടാവും, ആ ലൊക്കേഷൻ എവിടെയാണെന്നുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിനാണ് കാറ്റലോഗ് എന്ന് പറയുക. ഓക്കെ, ദെൻ അനദർ വൺ ഈസ് മാനുവൽ. Manuals are also the complete description of small groups. So these monographs, catalogs and manuals are the complete description of a small taxa by which we can very clearly identify the animal. The catalog of Indian tigers, the manuals of Indian tigers, the monographs of Indian tigers. എന്താ അതിലുണ്ടാവുക? ഇന്ത്യൻ ടൈഗേഴ്സിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ അതിനകത്തുണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ദി ഫ്ലോറ, മോണോഗ്രാഫ്, കാറ്റലോഗ് ആൻഡ് മാനുവൽസ്. So all these are the taxonomical aids which are used for the correct identification and classification of organisms, both plants and animals. Okay, clear ആയില്ലേ? വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡയറക്റ്റ് എന്താണ് ഹെർബേറിയം, എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊന്നും ഇപ്പോൾ ചോദിക്കൂല. When you are going through a field, you will get
a small animal. For the correct identification and future reference, into which of this taxonomical aid you are using? നിങ്ങൾ ഫീൽഡിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ജീവിയെ കിട്ടി, അതിൻ്റെ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ ഫ്യൂച്ചർ റെഫറൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടാക്സോണമിക്കൽ എയ്ഡ്സിൽ ഏതാണ് യൂസ് ചെയ്യുക? ഏതാ യൂസ് ചെയ്യുക? യെസ്, മ്യൂസിയം. Again, during your visit in a forest, you have observed a large animal there. You got its photograph, and for its correct identification, you will visit the zoological park. Okay? In this way, questions are coming for examination. Clear idea? So this is about our first very short chapter, very simple chapter, in which firstly in part 1 we have discussed the characteristics of living organism. ഒന്നാമത്തെ പാർട്ടിൽ ജീവികളുടെ സ്വഭാവങ്ങളാണ് നമ്മൾ പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങൾ. പരീക്ഷയ്ക്ക് അത് വരുമൊന്നുമില്ല. In the second part, we have discussed the biodiversity and the classification. രണ്ടാമത്തെ പാർട്ടിൽ ബയോഡൈവേഴ്സിറ്റി, ക്ലാസിഫിക്കേഷൻ, അത് നമ്മൾ പഠിച്ചു. In that part, we have studied how the plants and animals are named. ഇതിലാണ് നമ്മൾ എങ്ങനെയാണ് ജീവികൾക്ക് സയൻറ്റിഫിക് നെയിം നൽകുക എന്ന് പഠിച്ചത്. അതിൻ്റെ റൂൾസൊക്കെ പഠിച്ചു അല്ലേ? അതിൽ നമ്മൾ ICBN, ICZN ഒക്കെ പഠിച്ചു. ദാറ്റ് ICBN, ICZN ആൻഡ് ദി സയൻറ്റിഫിക് നെയിം ഓഫ് എ ഫ്യൂ ആനിമൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. അവിടെ നിങ്ങളത് പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള. In the third part, we have discussed the taxonomic categories. മൂന്നാമത്തെ പാർട്ടിൽ ടാക്സോണമിയിലെ ബേസിക് കാറ്റഗറീസ് നമ്മൾ പഠിച്ചു. സ്പീഷീസ് മുതൽ കിങ്ഡം വരെ, അല്ലെങ്കിൽ കിങ്ഡം മുതൽ സ്പീഷീസ് വരെ 7 പഠിച്ചു. ആ 7 കൃത്യമായി അതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അവിടെ തന്നെ നമ്മൾ ഒരു ടേബിളിൽ 4 എക്സാമ്പിൾ പഠിച്ചു. ഹ്യൂമൻ ബീങ്സിൻ്റെ, ഹൗസ് ഫ്ലൈൻ്റെ, മാംഗോ ട്രീയുടെ, വീറ്റിൻ്റെ. ഈ 4 ആ 7 ടാക്സയും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതും പഠിച്ചിരിക്കണം. ആൻഡ് ഇൻ ദി ഫോർത്ത് പാർട്ട് we have discussed this taxonomical aids, which is also very important. Clear അല്ലേ? അപ്പോൾ ഇനി ഇതുപോലെ അങ്ങനെ ക്ലാസ് എടുത്താൽ മതിയല്ലോ അല്ലേ? ഇംഗ്ലീഷും മലയാളമൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്താൽ പോരെ? നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിൻ്റെ നോട്ട്സ് മാത്രം ഞാൻ തരാം. അങ്ങനെ തന്നാൽ മതിയല്ലോ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിൻ്റെ നോട്ട്സ് അത് ഞാൻ തരും. അല്ലാത്തത് നിങ്ങൾ നോട്ട്സ് എഴുതണം. ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ട്. ആ അസൈൻമെൻറ്റുകൾ ബുക്കിൽ എഴുതി വെക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങളത് PDF ആയിട്ട് എനിക്ക് അയച്ചു തരണം. ഒക്കെ നന്നായി പഠിക്കുകയും ചെയ്യാം. ഇപ്പം ഈ സിമ്പിൾ ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ എക്സാം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നടത്തും ഗൂഗിൾ ഫോമിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ കൃത്യമായി പഠിച്ചിരിക്കും. താങ്ക് യു.